പൊതുവിൽ രക്ഷിതാക്കൾക്കെല്ലാമുള്ള ഒരു കൺസേൺ ആണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം. മൊബൈൽ കുട്ടികൾ ഭയങ്കരമായി ഉപയോഗിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, വീട്ടിൽ രക്ഷിതാക്കൾ ഒരു പരിധിയിലപ്പുറം മൊബൈൽ ഉപയോഗിക്കാത്ത വീടുകളിലൊന്നും നിങ്ങൾക്ക് അത്തരത്തിൽ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കില്ല. രക്ഷിതാക്കളിൽ നിന്നും കുട്ടികളത് കാണുന്നുണ്ട്. അത് കാണാതെ കുട്ടികളത് ഉപയോഗിക്കില്ല. നിരന്തരമായി നമസ്കാരവും ഖുർആനും അതല്ലെങ്കിൽ മൂല്യബോധവും നിറഞ്ഞ ഒരു വീടിൻ്റെ അന്തരീക്ഷമാണ് അവിടെ ഉള്ളതെങ്കിൽ ഒരിക്കലും ആ കുട്ടിക്ക് അത് സാധിക്കില്ല. ഇവിടെ സൊല്യൂഷൻ എന്നൊരു സായാഹ്നത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള ഈ എക്സിബിഷൻ വേദിയിൽ ഒരുപാട് മക്കൾ പണിയെടുക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ ഒരുപാട് കാര്യങ്ങളുമായി എൻഗേജ്ഡാണ്. അവരെങ്ങനെയാണ് അങ്ങനെ എൻഗേജ്ഡ് ആയത്? ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് അവിടെ രക്ഷിതാക്കൾ തന്നെയാണ്. അവരുടെ രക്ഷിതാക്കൾ കാണിച്ചു കൊടുത്ത മാതൃക തന്നെയാണ്. ഇത്തരത്തിൽ കൃത്യമായൊരു മാതൃക കാണിക്കുക എന്നത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതുപോലെ കുട്ടികളിൽ എങ്ങനെ ഇത് കൊടുക്കണം എന്നുള്ളതാണ്. അവിടെ ഈ ഒരു ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാവുന്നത്, ഉപദേശങ്ങളെക്കാൾ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാനുള്ള വഴി എന്ന് പറയുന്നത് അത് മാതൃകകളാവുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഒരു കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് ഇത്തരം മതപരമായ മൂല്യങ്ങളും ബോധങ്ങളും എല്ലാം നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീടുകളിൽ ഇന്ന് നടക്കുന്ന പ്രോഗ്രാമുകൾ പലപ്പോഴും പല പരിപാടികളും ബർത്ത്ഡേ പാർട്ടികൾ നടക്കുന്നു. ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേരാത്ത, ഒരിക്കലും ഒരു മാന്യമായ സമൂഹത്തിന് ചേരാത്ത ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന വിവാഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നടത്തുന്നുണ്ട്. ആ കുടുംബ സദസ്സുകളെല്ലാം നമ്മൾ എത്തുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ കാണിക്കുന്ന മാതൃക, അവർ കാണുന്ന മാതൃക ഇവിടെ വളരെ വ്യക്തമായൊരു ചോദ്യമാണ്. അതുകൊണ്ട് അവർക്ക് കാണപ്പെടേണ്ട മാതൃക എന്ന് പറയുന്നത് വീടകങ്ങൾ കൃത്യമായും ഇത്തരം ദീനിയായ സദസ്സുകളെ പിൻപറ്റുന്ന മാതൃകകളായിരിക്കണം. ഈ ഒരു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്ത് നമുക്ക് യഥാർത്ഥത്തിൽ വലിയൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്.